മലയാള സിനിമയിലെ ഏറ്റവും പ്രബലരിൽ ഒരാളായ സിദ്ദിഖ് എന്ന നടന്റെ അറസ്റ്റ് ക്ലൈമാക്സിൽ എത്തി നിൽക്കെ മലയാള സിനിമാ രംഗത്തുണ്ടാകുന്നത് ഒരു ഭൂമികുലുക്കം തന്നെയാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ കോടികൾ എറിഞ്ഞാണ് സിദ്ദിഖിനു വേണ്ടി ഡൽഹിയിൽ നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ ആരിറങ്ങിയാലും എത്ര അഭിഭാഷകർ വാദിച്ചാലും മലയാള സിനിമയിൽ ആവർത്തിക്കുന്ന ജീർണതയുടെ മുഖമായി ദിലീപിന് പിന്നാലെ സിദ്ദിഖും തുടരും. സിദ്ദിഖിനെതിരായ തെളിവുകൾ അതിശക്തമാണ്. സ്ക്രീനിൽ മാന്യതയും വ്യക്തിജീവിതത്തിൽ ക്രിമിനലുകളുമായി മാറുന്ന ഒരുപാട് പേരുടെ താവളം കൂടിയായി ഇന്ന് മലയാള സിനിമ മാറുകയാണ്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങാനായി. പക്ഷേ സിദ്ദിഖിന്റെ കാര്യം അങ്ങനെയല്ല. അറസ്റ്റിലായാൽ ഒരുപാട് കാലം ജയിലിൽ തുടരേണ്ടി വരും. മലയാള സിനിമയിലെ ഏറ്റവും ശക്തരിൽ ഒരാളായ പണവും പവറുമുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ പോലും അനായാസം കഴിയും വിധം സ്വാധീനമുള്ള വ്യക്തിയാണ് സിദ്ദിഖ്. അയാൾ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്നും അറസ്റ്റ് അനിവാര്യമാണെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സാഹചര്യ തെളിവുകളെല്ലാം സിദ്ദിഖിന് എതിരാണ്. യഥാർത്ഥത്തിൽ ഇതുപോലൊരു കേസിൽ സിദ്ദിഖിനെതിരെ നേരത്തെ തന്നെ കേരള പോലീസിന് നടപടി സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കുറ്റകരവും നിഗൂഢവുമായി നിശബ്ദത പുലർത്തിയ സർക്കാർ സിദ്ദിഖിനെ പോലുള്ള വേട്ടക്കാരുടെ പക്ഷത്താണ് എന്നല്ലേ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ടോമാഞ്ചേരി കളിച്ച് സിദ്ദിഖിന് എല്ലാ സഹായവും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പോലീസ് എന്ന് വേണമെങ്കിലും പറയാം. കൊച്ചിയിലെ വീട്ടിൽ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ്. കേരളത്തിലെ രഹസ്യ പോലീസിന് സിദ്ദിഖ് എവിടെയുണ്ടെന്ന് അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നതാണ് സർക്കാരിന്റെയും പോലീസിന്റെയും നിലപാടെന്നാണ് രഹസ്യമായി പുറത്തുവരുന്ന വിവരങ്ങൾ. സിദ്ദിഖ്, മുകേഷ്, രഞ്ജിത്ത്, ജയസൂര്യ തുടങ്ങിയ പേരുകളാണ് പ്രബലരുടെ നിരയിൽ ഇതുവരെ പുറത്തു വന്നത്. ഇനിയും പുറത്തുവരാത്ത പേരുകൾ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ശക്തമായ നടപടി അനിവാര്യമാണ്. ഏതായാലും നീതിപീഠത്തിൽ നിന്നുള്ള തീരുമാനത്തെ തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ സിനിമാ മേഖല നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നത്. നീതിപീഠം കൈവിടലെന്ന കേസിലെ ഇരയും പ്രതീക്ഷിക്കുന്നു. അതല്ല, വലിയ അഭിഭാഷകർ ഹാജരാകുമ്പോൾ ജാമ്യം കിട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ നാട്ടിലെ ഒരു സ്ത്രീയും ഒരു പ്രബലനെതിരെയും ഇനി ഒരു പരാതിയും കൊടുക്കില്ല. ഓ തമ്പ്ര എന്ന് പറഞ്ഞ് നട്ടെല്ലു വളച്ചിരിക്കുന്ന ഒരു കാലത്തേക്കുള്ള തിരിച്ചുപോക്കായിരിക്കും അത്.